അതിൽ ഈ സംവിധായകനായ സത്യനന്ദിക്കാട്ടിലെ രണ്ട് മക്കള് എന്നോട് സത്യം മാറ്റിയും ബേസിലും തമ്മിലാണ് ആ സാധനം. കാരണം ഇൻഫോസിസിൽ ജോലി ഉപേക്ഷിച്ചാണ് ബേസിൽ സിനിമയായിട്ട് ചാടിയത്. സത്യനന്ദിക്കാട്ടിന്റെ മക്കൾ വിപ്രോയിലെ ജോലി ഉപേക്ഷിച്ചത്. സത്യനന്ദിന്റെ ആത്മാവിന്റെ ഭാഗമായ ശ്രീനിവാസിന്റെ സംഘത്തിലാണ് ബേസിൽ ജോസഫ് വളർന്നത്. ഇങ്ങനെ ഒരു നമ്മളറിയാത്തൊരു സാദൃശ്യം പോയിട്ടില്ല. അപ്പൊ സത്യനന്ദ ഈ മക്കള് വിപ്രോയിലെ ജോലി ഉപേക്ഷിച്ചിട്ട് സിനിമയിലേക്ക് വന്നു. സത്യം അവരോട് എന്താ പറഞ്ഞത്? അത് ബേസിന്റെ ഭാഗമായി ബേസിന്റെ ഫാമിലിക്കൊക്കെ പറഞ്ഞു. അവരുടെ ജനകനായിട്ട് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്ക് സത്യത്തിൽ അപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു +2 കഴിഞ്ഞ സമയത്ത് എന്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു, അഖിലും അനൂപ് സുഹൃത്തിനും സിനിമ പഠിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, സിനിമ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ജീവിതത്തിന് വഴിയുണ്ടാവണമെങ്കിൽ മറ്റു കാര്യങ്ങൾ സേഫ് ആവണല്ലോ. അതുകൊണ്ട് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് PG കഴിഞ്ഞ് പിന്നെ ഇപ്പോലെ ജോലി കിട്ടി. കൃത്യം 2 വർഷത്തെ ബോണ്ട് തീരുന്ന ദിവസം അവർ തീരുമാനിച്ചു സിനിമ വിടുക. അപ്പൊ ഞാൻ ആലോചിച്ചത്രേ ഉള്ളൂ. എന്റെ ഭാര്യയ്ക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായി, കാരണം നല്ല സാലറി കിട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ആലോചിച്ചാൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോ എന്റെ മക്കൾക്ക് ഇഷ്ടം സിനിമയാണെങ്കിൽ ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഞാൻ ഒരു ധൈര്യമായിട്ട് പോരെ, ജോലി വിട്ടേക്ക്, ശമ്പളത്തിന് വേണ്ടി നോക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ, ഇനി മാത്രമേ സമ്പത്തി ഉണ്ടാവുള്ളൂ. ആ ഒരു ധൈര്യത്തോടു കൂടിയിട്ടാണ് അവർ ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നത് ബേസിൽ അതുപോലെ തന്നെ ഇൻഫോസിസിൽ ജോലി വിട്ടത് ജീവിതത്തിന്റെ സുരക്ഷയേക്കാൾ കൂടുതൽ നമുക്കൊരു എൻജോയ്മെന്റ് ഉണ്ടോ. സിനിമ എന്ന് പറയുന്നത് ജോലി മാത്രമല്ല, അതിനൊരു ആസ്വാദനം. അതുകൊണ്ടാണ് വർഷങ്ങൾ കടന്നു പോകുന്നതെന്നും നമ്മൾ അറിയാത്തത്. ഇപ്പൊ സസ്നേഹവും കടിക്കവും ഞാനിവിടെ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വയനാട്ടിൽ കുഞ്ഞ് ജനിച്ചു എന്ന് പറയുന്നത്, ആ കുഞ്ഞിനൂടെ അപ്പുറം കൂടെ ഇരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല, കാലങ്ങൾ മാറുന്ന അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും. അതാണ് ഇങ്ങനെ ഏകദേശം ഇതുപോലെ ഞാൻ വോട്ട് കഴിഞ്ഞപ്പോഴാണ് വോട്ട് പോകും. അത് തിരിച്ചുകൊടുക്കാൻ പൈസ ഇല്ലാറുണ്ട് പോകുന്നത്. പക്ഷെ എന്റെ അച്ഛന്റെ ജോലി കഴിഞ്ഞിട്ട് അതിന് അച്ഛന്റെ ജോലി കിട്ടി കഴിഞ്ഞിട്ടാണ് അച്ഛൻ സിനിമ എന്തോ ആഗ്രഹം പറയുന്നത്. അതിന് മുമ്പ് കണ്ടിട്ടില്ല. അതിന് മുമ്പ് പറയാൻ അവർക്കും ഇതിനൊക്കെ കാര്യത്തിൽ എനിക്ക് ധാരണയില്ല. സിനിമ എന്ന് പറയുമ്പോൾ അതൊന്നും വെള്ളമാണ്. അപ്പൊ അത് നമുക്ക് സിനിമയിലേക്ക് എത്താൻ പറ്റുമോ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല, ധാരണയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആലോചിച്ചിട്ടൊന്നുമില്ല. ആക്ച്വലി സിനിമ ജോലി രാജിവെക്കുന്ന സമയത്ത് അച്ഛന്റെ അടുത്ത് പറഞ്ഞാൽ മാനേജർ അടുത്ത് പറഞ്ഞാൽ ഇനിയിപ്പോ സിനിമ നന്നായിട്ട് വന്നില്ലെങ്കിലും തിരിച്ചു കഴിയുമ്പോ ജോലി തരാം എന്ന് മാനേജർ പറഞ്ഞു. പറ്റിച്ച് പച്ചമായിരുന്നു. അങ്ങനെ ഒന്നും മാനേജർ ഒരിക്കലും പറയില്ല. പ്രത്യേകിച്ച് ഒരു കോർപ്പറേഷനിൽ ഡിക്ഷണറി പബ്ലിക്ക് പറയാൻ പോലെയാണ്. പോയി വന്നാലും തിരിച്ചു ജോലി എന്ന് പറയാൻ ഒരിക്കലും പറയില്ല. തിരിച്ചു നമ്മൾ ഒരേ പ്രോസസ്, ഇന്റർവ്യൂ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ, ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ എന്റെ അച്ഛനും അമ്മയും നിഷ്കളങ്കരായതുകൊണ്ട് അവരിപ്പോഴും വയനാട്ടുകാരായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ അവരങ്ങ് വിശ്വസിച്ചു. അങ്ങനെയാണ് ഞാൻ വീട്ടിറങ്ങിയത്. പിന്നെ സക്സസ്ഫുൾ ആയതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകേണ്ട വന്നില്ല. എനിക്ക് ചിലപ്പോ എനിക്ക് പറയുമ്പോ എനിക്ക് തിരിച്ചു പോകേണ്ട വന്നല്ല. അതുകൊണ്ട് അച്ഛൻ മാനേജർ എന്നെ ചതിച്ചു. അതെ, ഇപ്പോഴാണ് എനിക്ക് സത്യം തിരിച്ചറിയുന്നത്. നന്മ സത്യം ഞാൻ